സമാധാനം അവിടെ യുദ്ധപ്രഖ്യാപനമായി തന്നെ മാറിയിട്ടില്ല എന്നതാണ്. കാരണം ഇപ്പോഴും അവിടെ മിസൈൽ ലോഞ്ചും മറ്റ് വ്യോമമാർഗമുള്ള നീക്കങ്ങളും നടക്കുന്നു എന്നാണ് സാഹചര്യം. രഞ്ജിത്ത്, ഒരു കാര്യം കൂടി രഞ്ജിത്ത്, ഈജിപ്ത്, ജോർദാൻ അടക്കമുള്ള ഇടങ്ങളിലും പൊതുവിൽ മിഡിൽ ഈസ്റ്റിൽ പ്രതിസന്ധിയാണ്. ഈ ഈജിപ്ത്, ജോർദാൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ അവിടുന്ന് തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. എയർഫോഴ്സിൻ്റെ 17 ഫ്ലൈറ്റുകൾ അതിന് സജ്ജമായി അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളും ചില ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഈ സംഘർഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും നാട്ടിലെത്തിക്കുക എന്ന ദൗത്യം എത്ര കണ്ട് പുരോഗമിക്കുന്നുണ്ട്? നമുക്ക് നേരത്തെ ഇറാനിൽ നിന്നുള്ള ദൗത്യം നമ്മൾ കണ്ടതാണ്. ഇസ്രയേലിൽ നിന്നൊരു വിമാനമെത്തി മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എങ്ങനെയാണ് എത്തിക്കുന്നത്? അതിൻ്റെ ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നേരത്തെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും മറ്റുമുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു സജിത്ത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെയാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിമാനം ഇന്ത്യയിലേക്ക് ഡൽഹിയിലേക്ക് എത്തുകയും മറ്റും ചെയ്തത്. തുടർന്ന് മലയാളികളടക്കമുള്ള ആളുകൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രീലക്ഷ്മി തുളസീധരൻ, കൊല്ലം കൊട്ടാരക്കര സ്വദേശി, അവർ ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിലെ 1ാം വർഷ PhD വിദ്യാർത്ഥിനിയാണ്. 2024 പഠനത്തിനായി ഇസ്രായേലിൽ എത്തിയത്. പക്ഷെ അവരൊക്കെ പറയുന്നത് അവിടെ ചില മേഖലകളിൽ മാത്രമാണ് ഈ പ്രതിസന്ധി ഉള്ളത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് എംബസിയുമായി ബന്ധപ്പെടണം, തിരിച്ചെത്താൻ താല്പര്യമുള്ളവർക്ക് എന്നും മറ്റും ഇസ്രായേലിനും മറ്റും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇവിടേക്ക് വരാനുള്ള താല്പര്യം അവർ കാണിക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ കെയർ ഗിവേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഏതാണ്ട് 80% ആളുകളും അവിടെ ജോലി ചെയ്യുന്നത്. അതായത് പ്രായമായവരെയും രോഗികളെയൊക്കെ പരിചരിക്കാനായി ഇവിടെ നിന്ന് പോകുന്ന ആളുകളാണ്. സ്വാഭാവികമായി അവർക്ക് വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക എന്നുള്ളത് പെട്ടെന്ന് സാധ്യമായ ഒരു കാര്യമല്ല. അത് അങ്ങനെ അല്ലാത്ത ആളുകൾ, ഇപ്പോൾ പഠനവുമൊക്കെ നടത്തുന്ന ആളുകളാണ് ചിലരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിനൊപ്പമാണ് ഈജിപ്തിലും ജോർദാനിലും മറ്റുമായി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി, അതായത് എംബസികളുടെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതൊക്കെ നമുക്ക് അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ചില ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏറ്റവും ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന ഒരു കാര്യം ഇറാനിയൻ TV അവരുടെ ഒരു സ്ഥിരീകരണമാണ്. അതായത് ഇന്ന് രാവിലെ 7:30 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു എന്ന് ഇറാനിയൻ TV എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് AP-യുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് നിർണായകമാണ്. കാരണം നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ AP ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിയൻ TV സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ 7:30 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന കാര്യത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വെടിനിർത്തലിന് മുൻപ് പോലും വലിയ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേലിലടക്കം വലിയ ആക്രമണങ്ങൾ സംഭവിച്ചു. തൊട്ട് മുമ്പ്, അതായത് ഈ പ്രഖ്യാപനം തൊട്ട് മുൻപ് വലിയ ആക്രമണം ഇസ്രായേലിലേക്ക് ഇറാൻ അഴിച്ചുവിട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാൻ്റെ ചില ഭീഷണികളുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടയുമെന്ന ആശങ്ക. ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട UAE അടക്കം രംഗത്ത് വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഹബ്ഷാൻ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 15 ലക്ഷത്തോളം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാൻ കഴിയും. ഒമാൻ കടലിലെ പൈപ്പ് ലൈൻ ഹോർമൂസ് കടലിടുക്കിന് പുറത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുവഴി കൂടുതൽ തരത്തിലുള്ള എണ്ണ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. കൂടാതെ ചില ഓഫീസുകൾ ബഹ്റിനിലും മറ്റും വർക്ക് ഫ്രം ഹോമുകൾ കൂടുതലായി പ്രഖ്യാപിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രധാന പാതകൾ അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ അവസാനിപ്പിച്ച സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ വിമാന കമ്പനികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എപ്പോഴേക്ക് നടപടികൾ ഉണ്ടാകും എന്നതാണ് ലോകം, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് ഉറ്റുനോക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നമുക്ക്